എനിക്ക് സത്യം പറഞ്ഞ പുഷ്പ 1 ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാത്ത ഒരു സിനിമയാണ്. പുഷ്പ 2ന്റെ അപ്ഡേറ്റ്സ് ഒക്കെ വന്നപ്പോഴത്തേക്ക് എന്തെങ്കിലും ഭയങ്കരമായിട്ടുള്ള എക്സൈറ്റ്മെന്റ് തരാനൊന്നും ഞാൻ പറഞ്ഞ എന്നെ ഒരു വ്യക്തിപരമായിട്ട് എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല. പിന്നെ അവസാനം വന്ന പാട്ടുകളെ കണ്ടപ്പോഴത്തേക്കും തനി ഭോജ്പൂരി ലെവൽ, ആ ഒരു ലെവലിൽ അപ്പൊ ഒരു അല്ലു അർജുൻ അഭിനയിക്കുന്ന ഒരു ഭോജ്പൂരി സിനിമ, ഇതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്. എൻ്റെ അത്രയേ ഉള്ളൂ എക്സ്പെക്ടേഷൻ. ഞാനത് ഭോജ്പൂരി സിനിമ ഇടിച്ചു താഴ്ത്തിക്കൊണ്ട് പറയാൻ പറ്റുന്നതല്ല, വേണ്ടി പറയുന്നതല്ല. പക്ഷെ അവിടെ കാണുന്ന സിനിമകളെ മാക്സിമം ഇട്ട് നമ്മൾ കണ്ടത് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷൻ ലെവൽ മാത്രമേ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം അത് സ്ലോ പേസിലാണ്, കുറച്ചൊന്നും സ്ലോ പേസിലാണ് പോകുന്നത്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് കൃത്യമായ ഇടവേളകളിൽ അവർ മാസ് സീനുകൾ ഇട്ടിട്ടുണ്ട്. അതെല്ലാം കൂടുതൽ ഡയലോഗിൽ കൂടെ ഒക്കെയാണ് വരുന്നത്, വളരെ പതിഞ്ഞ താളത്തിൽ പോകുന്ന അങ്ങനത്തെ രീതിയിൽ. പിന്നെ കങ്കുവയെ പോലെ ഭയങ്കര ഇടിമുഴക്കവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. DSP സത്യം പറഞ്ഞ പുള്ളി ഇതിനകത്ത് അക്കാര്യം എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റസൂൽ പൂക്കറ്റി പുള്ളിക്കാരൻ വന്ന് അഡ്വാൻസ് ആയിട്ട് തന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ഭീകരമായിട്ടുള്ള ഒരു ഇതൊന്നും വന്നില്ല. കറക്റ്റ് സമയത്തിന് തന്നെ പടവും തുടങ്ങി. പക്ഷേ സെക്കൻഡ് ഹാഫിൽ എത്തുമ്പോഴത്തേക്കും നമ്മുടെ ഒരു മാസ് സീനിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന എത്രത്തോളം മാസ് കാണിക്കാൻ പറ്റും അത്രത്തോളം കാണിച്ചിട്ട് പിന്നെ ട്രാക്ക് ഒന്ന് മാറിപ്പോകും. അപ്പം അവിടെ ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് കയ്യിൽ നിന്ന് പോയോ എന്നുള്ളൊരു തോന്നില്ല. അത് എല്ലാ പ്രേക്ഷകർക്കും എങ്ങനെ ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. ഒരുപക്ഷെ നമുക്ക് അറിയില്ല, ചില സിനിമകളിൽ നോർത്തിൽ വർക്കാവും, സൗത്തിൽ വർക്കാവില്ല. ഇപ്പോൾ ജവാൻ എന്നൊരു സിനിമ സൗത്തിൽ അത്ര ഭയങ്കര റിപ്പോർട്ടൊന്നും വന്നില്ലെങ്കിൽ നോർത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഇത് വന്നു. കാരണം ഇതിനിടയ്ക്ക് കുറച്ച് വിശ്വാസപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ദേവി ആരാധിക്കുന്നവർ അങ്ങനെയൊക്കെ ആൾക്കാരൊക്കെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ നോർത്ത് ഇന്ത്യൻ ഓഡിയൻസിന് ആ പർട്ടിക്കുലർ സീൻസൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ആ പോർഷൻസ് ഒക്കെ നല്ല രീതിയിൽ വർക്കൗട്ടായിരുന്നു. പക്ഷേ പിന്നീട് വീണ്ടും ഒരു ട്രാക്ക് മാറി പോകുമ്പോഴാണ് പ്രേക്ഷകർ എത്രത്തോളം അത് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു അന്ന് നമുക്ക് അറിയില്ല. അപ്പം ഒരു ഓൺ ടൈം വാച്ചബിൾ എന്ന് വേണ്ടത് ഞാൻ ഈ സിനിമയ്ക്ക് പറയും. അതിഭീകരമായിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ, കാരണം ഫസ്റ്റ് ഹാഫിന്റെ ഒരു എലവേഷൻ എല്ലാം കണ്ടപ്പോഴത്തേക്കും സെക്കൻഡ് ഹാഫിൽ എത്തുമ്പോഴത്തേക്കും ഭയങ്കര അതിഭീകരമായിട്ട് എന്തെങ്കിലും കാണുമെന്ന് പ്രതീക്ഷിച്ചു. അപ്പം ആ ഒരു ലെവലിലേക്ക് വന്നില്ല. എന്നാലും കുഴപ്പമില്ല. കാരണം നമ്മൾ ആ ഒരു നായകന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ നായകൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്നു എന്നുള്ളൊരു രീതിയിലേക്ക് വരുന്നുണ്ട്. അത് പക്ഷേ മാസ് എല്ലാം കാണിക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു ട്രാക്ക് മാറി അങ്ങനെ വരുന്നുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ ചെന്നിട്ടാണ് സിനിമ അവസാനിക്കുന്നത്.